കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന വചനങ്ങൾ. മാലാഖമാർ കൂട്ടുകാർ. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മിക്കേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. വെളിപാട് 12:7-8 വാക്യം. അക്കാലത്ത് നിന്റെ ജനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിക്കേൽ എഴുന്നേൽക്കും. ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും. എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷിക്കപ്പെടും. ദാനിയേൽ 12:1. കാരണം ഒരു നല്ല ദൂതൻ അവനോടൊത്തു പോകും. അവൻ്റെ യാത്ര മംഗളമായിരിക്കും. സുഖമായി അവൻ മടങ്ങുകയും ചെയ്യും. അവൾ കരച്ചിൽ നിർത്തി. ദോവീത്ത് 5:21. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. സങ്കീർത്തനം 34:7. സിയോൻ മലയിലേക്ക് ജീവിക്കുന്ന ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എബ്രായർ 12:22. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്നു. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സങ്കീർത്തനം 91:11-12 വാക്യങ്ങൾ. കർത്താവിൻ്റെ വചനം. ഈ വചനത്താൽ നിങ്ങളെ എല്ലാവരെയും കർത്താവ് ശുദ്ധീകരിക്കട്ടെ. വചനത്തിൻ്റെ പൊരുൾ തിരിച്ചറിയാനുള്ള കൃപ നിങ്ങൾക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കർത്താവ് വരും. നമ്മളുടെ കർത്താവ് ഏത് സമയത്താണ് വരുന്നതെന്ന് പറയാൻ നമുക്ക് കഴിയത്തില്ല. കാരണം മത്തായിയുടെ സുവിശേഷം 24:35 വാക്യത്തിൽ പറയുന്നുണ്ട്, ദൂതന്മാർക്ക് പുത്രന് പോലുമോ കർത്താവിൻ്റെ വരവിൻ്റെ സമയം അറിയത്തില്ല. പക്ഷെ നമ്മൾ അണിഞ്ഞൊരുങ്ങണം. നമുക്ക് ഏത് സമയം, ഇന്നോ നാളെ ഏത് സമയത്താണ് കർത്താവ് വരുന്നത്. കർത്താവ് വന്ന് ഇന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഞാൻ ഭാഗ്യവതിയാണ്. ഇന്നോ നാളെ ഏത് സമയം വന്നാലും. കാരണം നമ്മൾ കർത്താവിനെ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കണം. നിരന്തരം. അങ്ങനെ ദൈവത്തിൻ്റെ മക്കൾ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. നമുക്ക് കഷ്ടതകളും പ്രയാസങ്ങളും വന്നാലും അതിൻ്റെ നടുവിൽ എൻ്റെ യേശു ഉണ്ട്. യേശു തരുന്ന സന്തോഷം എനിക്ക് ആ കഷ്ടത ഒന്നുമല്ല. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറണം. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ശോധനയിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. എന്നെ ഒരുപാട് ശോധന അഗ്നിക്കകത്ത്, അതായത് സ്വർണം എങ്ങനെ ഉരുക്കിയെടുക്കുമോ അതുപോലെ എന്നെ ഉരുക്കിയാണ് എൻ്റെ യേശുനാഥൻ എടുത്തത്. അപ്പം യേശുവിൻ്റെ പ്രിയം, യേശു ഒരുപാട് സ്നേഹിക്കുന്ന മക്കൾക്കാണ് ഒരുപാട് സഹനങ്ങളുണ്ടാകുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം അതിജീവിക്കാനുള്ള കൃപ കർത്താവ് തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും യേശുവിൻ്റെ മക്കളാണ്. യേശുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ്. എന്നോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രാർത്ഥന വിളിച്ച് ചോദിച്ചിട്ടുള്ളവരെ എല്ലാം പ്രത്യേകമായി സമർപ്പിക്കുന്നു. കർത്താവേ, അവരെ എല്ലാം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപയിൽ നിറയ്ക്കണമേ. രോഗികളായിരിക്കുന്നവരെല്ലാം രോഗത്തിൽ നിന്ന് പൂർണ്ണ മോചനം നേടുവാൻ അപ്പ അങ്ങ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അപ്പ പിതാവേ, കടബാധ്യതയുള്ള മക്കളെ, ജോലിയില്ലാത്ത മക്കളെ, പ്രയാസം അനുഭവിക്കുന്ന മക്കളെ, കർത്താവേ, പലവിധ വേദനകളാൽ ഭാരപ്പെടുന്ന മക്കളെ എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശക്തമായ കരത്തിൽ പിടിക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ. ദൈവമേ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ മറുപടി നൽകുന്ന എൻ്റെ സ്വർഗീയ പിതാവ്, കർത്താവെ, എനിക്ക് പ്രാർത്ഥിക്കുവാൻ മാത്രമേ അധികാരമുള്ളൂ. എന്നാൽ പ്രവൃത്തി മൊത്തം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. കർത്താവെ, എനിക്കൊന്നും ചെയ്യുവാൻ അധികാരമില്ല. എൻ്റെ ദൈവത്തിനാണ് എല്ലാ അധികാരവും. പക്ഷെ ദൈവം എനിക്കൊരു അധികാരം നൽകി, പ്രാർത്ഥിക്കുവാനുള്ള അധികാരം. ദൈവമേ, അങ്ങ് പറയുന്നു, നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ പ്രാർത്ഥന മറ്റുള്ളവർ കേൾക്കട്ടെ. നിങ്ങളുടെ സൽപ്രവൃത്തികൾ മറ്റുള്ളവർ കാണട്ടെ. അങ്ങനെ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിലും അങ്ങയുടെ സ്വഭാവത്തിന് ഇണങ്ങുന്ന രീതിയിലും ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാം സഹായിക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അവർക്ക് ആവശ്യമുള്ള എല്ലാ കൃപകളും അപ്പ ഉന്നതത്തിൽ നിന്ന് അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും
എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അങ്ങ് അയക്കണമേ കർത്താവേ. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി അങ്ങ് നൽകണമേ കർത്താവേ. ഓരോ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രപ്പ, നന്ദിയപ്പ, സ്തുതിക്കുന്ന പിതാവേ. പിതാവിൻ്റെ സ്നേഹം കൊണ്ട് എല്ലാവരെയും മൂടട്ടെ അപ്പ. അപ്പൻ്റെ സ്നേഹത്താൽ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര എന്നേക്കും. ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.